നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എന്നും ജനങ്ങൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി. തലശ്ശേരിയിൽ ഓട്ടോയിൽ കടത്തിയ 1.5 കിലോയിലധികം കഞ്ചാവുമായി ഓട്ടോ ഡ്രൈവർ പിടിയിൽ. മട്ടാമ്പറം PK ഹൌസിൽ PK നൌഷാദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പിണറായി കനാൽക്കരയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കനാൽക്കര സ്വദേശി വിപിൻ രാജാണ് അറസ്റ്റിലായത്. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി MD രാമചന്ദ്രൻ വിടവാങ്ങി. നിരവധി പ്രമുഖർ അനുശോചിച്ചു. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എന്നും ജനങ്ങൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി OR കേളു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനമാണ് സർക്കാർ നടപ്പാക്കുന്നത്. പരിഗണിക്കാവുന്ന വിഷയങ്ങളെല്ലാം അദാലത്തിൽ പരിഗണിക്കും. സാധാരണക്കാരനെ സംബന്ധിക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അദാലത്തിലെത്തുന്ന പുതിയ പരാതികളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ കണ്ണൂർ താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അദാലത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. എല്ലാ വിഷയത്തെ സംബന്ധിച്ചുമുള്ള പരിശോധനയില്ല. ഇതിൻ്റെ ഭൂമിക്ക് രേഖ കൊടുക്കുന്ന വിഷയം സംബന്ധിച്ചില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മളെ അദാലത്തിന് എടുക്കുന്നില്ല. അത് പിന്നീട് ഗവൺമെൻറ് മറ്റൊരു തരത്തിൽ പരിശോധിക്കുന്നതാണ്. പക്ഷേ ഇന്നും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ വിഷയങ്ങൾ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടാവണം. കാരണം നമ്മൾ മന്ത്രിമാർ മാത്രമല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എല്ലാവരും കൂടി ചേർന്നാണ്. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാരിഫിക്കേഷനൊക്കെ വേണ്ട സമയത്ത് അവരുടെ സാന്നിധ്യം, അവരുടെ അഭിപ്രായമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് നിങ്ങളെല്ലാവരും അതാത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഫയലെടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. KV സുമേഷ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM C പത്മചന്ദ്രക്കുറുപ്പ്, തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു. അദാലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതികൾ പരിഗണിച്ചു. തലശ്ശേരി താലൂക്ക് അദാലത്ത് ഡിസംബർ 10 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും, പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും നടക്കും. ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് തല അദാലത്ത്. തലശ്ശേരിയിൽ ഓട്ടോയിൽ കടത്തിയ 1.5 കിലോയിലധികം കഞ്ചാവുമായി ഓട്ടോ ഡ്രൈവറെ തലശ്ശേരി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മട്ടാമ്പറം PK ഹൌസിൽ PK നൌഷാദിനെയാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K സുബിൻ രാജും സംഘവും പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉസൻമൊട്ടയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചപ്പോൾ നിർത്താതെ പോയ ഓട്ടോ എക്സൈസ് സംഘം പിന്തുടർന്ന് പുന്നോലിൽ വെച്ച് പിടികൂടുകയായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ 1.61 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഓട്ടോ കസ്റ്റഡിയിലെടുത്തു. തലശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തലശ്ശേരി കടൽപ്പാലം കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നവർക്ക് കഞ്ചാവ് എത്തിക്കുകയായിരുന്നു ഇയാളെന്ന് എക്സൈസിനോട് പറഞ്ഞു. ഒഡീഷയിൽ നിന്ന് വരുന്നവരിൽ നിന്നാണ് കഞ്ചാവ് ലഭിച്ചത്. നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിയല്ലെന്ന് ഇയാൾ എക്സൈസിനോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് എക്സൈസ് പരിശോധന നടത്തുന്നുണ്ട്. കഞ്ചാവ് കൈവശം വെച്ചതിന് നൌഷാദിന്റെ സഹോദരൻ സാദിഖിനെതിരെ എക്സൈസിൽ 2 കേസുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എക്സൈസ് തീരുമാനം. 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ലെനിൻ എഡ്വേർഡ്
സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ സരിൻരാജ്, പി സുബീഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പിണറായി കനാൽക്കരയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കനാൽക്കര സ്വദേശി വിപിൻ രാജാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം അക്രമം നടന്ന ഓഫീസ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. കനാൽക്കര സ്വദേശി വിപിൻ രാജാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ആക്രമണം നടന്ന ഓഫീസ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർത്ത് വാതിലിന് തീയിട്ടായിരുന്നു ആക്രമണം. പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനൽ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ടത്. CCTV കണക്ഷനും വിച്ഛേദിച്ച നിലയിലായിരുന്നു. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി MD രാമചന്ദ്രൻ നിര്യാതനായി. DR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം 1974 മുതൽ 7 തവണ MLA ആയിരുന്നു. 80ലും 90ലും മുഖ്യമന്ത്രിയായി. 2000-ൽ കോൺഗ്രസ് സഖ്യ സർക്കാരിൽ സ്പീക്കറായി. 15 വർഷമായി PCC വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് അനുശോചനം രേഖപ്പെടുത്തി. പോണ്ടിച്ചേരി മുൻ മുഖ്യമന്ത്രി ശ്രീ DR രാമചന്ദ്രൻ്റെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം 2 തവണ പോണ്ടിച്ചേരിയിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യത്തെ തവണ കോൺഗ്രസ് DMK മന്ത്രിസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 3.5 വർഷക്കാലം അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 1990-ലും 1 വർഷക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട MLA എന്ന നിലയിൽ പോണ്ടിച്ചേരിയിൽ കാലുകുത്തുന്നത്. ഞാനുമായി വളരെ സൗഹൃദമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല 96 കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്ന സമയത്ത് അദ്ദേഹം സ്പീക്കർ സ്ഥാനവും ഏറ്റെടുക്കുകയുണ്ടായിട്ടുണ്ട് 5 വർഷക്കാലം. വളരെ കർക്കശക്കാരനായ എന്നാൽ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 അശ്രുപൂജകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കേരളത്തിലെ പുരോഗമന അധ്യാപക പ്രസ്ഥാനമായ KSTA എല്ലാ ഉപജില്ലകളിലും നടപ്പിലാക്കി വരുന്ന കുട്ടിക്ക് ഒരു വീട് പദ്ധതി മാതൃകാപരമാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. ചൊക്ലി ഉപജില്ലയിലെ VP ഓറിയന്റൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി തേജസ്വിനിക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പുരോഗമന അധ്യാപക പ്രസ്ഥാനമായ KSTA എല്ലാ ഉപജില്ലകളിലും നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കുട്ടിക്കൊരു വീട്. ചൊക്ലിയിലും ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VP ഓറിയന്റൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി തേജസ്വിനിക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. വീടിൻ്റെ താക്കോൽദാനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചു. കുട്ടിക്കൊരു വീട് ഏറ്റവും അഭിമാനകരവും അധ്യാപകർ കുട്ടികൾ നൽകുന്ന കരുതലിൻ്റെ മഹനീയമായ മാതൃകയാണെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പറഞ്ഞു. മറ്റൊന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ്, മറ്റൊന്ന് ലൈഫാണ്, മറ്റൊന്ന് ആർത്തവമാണ്. ഇതിൽ ലൈഫ് ഭവന പദ്ധതിയിലാണ് സംസ്ഥാന സർക്കാർ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം. വീടില്ലാത്തവരെ ആരൊക്കെയുണ്ടോ അവരെ കണ്ടെത്തി സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു 1-ാം പിണറായി സർക്കാർ നേതൃത്വം. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 4 ലക്ഷത്തിലേറെ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു സംസ്ഥാന സർക്കാർ. ഈ 2026-ൽ 2-ാം പിണറായി സർക്കാർ കാലാവധി പൂർത്തീകരിക്കുമ്പോഴേക്കും സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് വീടില്ലാത്തവരെ ഒരാൾ തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. വീടില്ലാത്തവരെ ഒരാൾ ഇല്ലാതാക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ ഭാഗമായാണ് ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചത്. ആ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് KSTA ഇത്തരമൊരു സംരംഭത്തിന് തുനിഞ്ഞത്. KSTAക്ക് ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. അത്യാസന്ന ഘട്ടത്തിൽ യാത്രക്കാരിയായ സ്ത്രീക്ക് റോഡിൽ വെച്ച് പ്രഥമ ശുശ്രൂഷ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന
സ്കൂൾ വിദ്യാർത്ഥിനികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസി വ്യവസായി നൊച്ചിക്കാട്ട് മുസ്തഫ വിദ്യാർത്ഥിനികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കെ കുഞ്ഞബ്ദുള്ള, കെ പവിത്ര മാസ്റ്റർ, വി കെ രാഗേഷ്, കെ സി മഹേഷ്, കെ സി സുധീർ, കെ രഞ്ജിത്ത്, കെ ശശീന്ദ്രൻ, കെ സി സുനിൽ, കെ പ്രദീപൻ, കെ ജയരാജൻ, സി നിഷാനന്ദ്, ആർ സന്ദീപ്, സുനിൽ ബാൽ, കെ പി രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്ലറ്റിക് പാരമ്പര്യം തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി യുവജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന സൗജന്യ അത്ലറ്റിക് പരിശീലനത്തിന് തുടക്കമായി. ധർമ്മടം സായി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് പരിശീലനം നടന്നത്. യുവാക്കൾക്കിടയിൽ അത്ലറ്റിക് പാരമ്പര്യം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം ആരംഭിച്ചത്. തലശ്ശേരി ACP ഷഹൻഷാ IPS ഉദ്ഘാടനം ചെയ്തു. കൂടി പല രീതിയിൽ ഇതിലെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് പദ്ധതി ഉദ്ദേശത്തിൽ പരിശീലനാർത്ഥികൾക്ക് ഫോഴ്സുകളിൽ പ്രൊഫഷണൽ സാധ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഫോഴ്സസ് ആർമഡ് ഫോഴ്സസോ അല്ലെങ്കിൽ സെൻട്രൽ ഫോഴ്സസോ അല്ലെങ്കിൽ കേരള പോലീസിലോട്ടേക്ക് സെലക്ഷന് ഫിസിക്കലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതിയുടെ ഒബ്ജക്റ്റീവായിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഈ ഒരു ഇതിലൂടെ 15 മുതൽ 25 വരെയുള്ള പ്രായത്തിലുള്ള പലരുണ്ട്. ഇതിൽ 15 വയസ്സുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്കോട് കൂട്ടി അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിലും അതുപോലെ തന്നെ PG കോഴ്സിലും അല്ലെങ്കിൽ സ്കൂളുകളിലും നല്ലൊരു സെലക്ഷൻ കിട്ടട്ടെ എന്നും നല്ല രീതിയിൽ അക്കാദമിക്സും. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിഷേക് കുറുപ്പ്, ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, KD മഞ്ജുഷ, KT ഫർസാന, രജിത പ്രദീപ്, ബൈജു നങ്ങാറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കോടിയേരി മേഖല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ P. അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. മൂഴിക്കര മാപ്പിള LP സ്കൂളിൽ നടന്ന പരിപാടി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നാട്ടുകാരനായി ഈ നാട്ടിലെ പൊതുസമ്മതനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനമാശയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ വിഷയം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തികഞ്ഞ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലേറെ പ്രാപ്തനായ അധ്യാപകനായിരുന്നു ബ്രഹ്മ മാസ്റ്റർ. എൻ്റെ വിദ്യാലയത്തിലെ മക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അധ്യാപകരാളായിരുന്നു ബ്രഹ്മ മാസ്റ്റർ. നിറപുഞ്ചിരിയോടുകൂടി തൻ്റെ മക്കളെ ചേർത്ത് നിർത്താൻ കഴിവുള്ള അധ്യാപകരാളായിരുന്നു അദ്ദേഹം. വറുതിയുടെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം പിഞ്ചു മക്കളോട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ചേർത്ത് നിർത്തി അവരാവശ്യങ്ങൾ അറിഞ്ഞ് കൂടെ നിൽക്കാൻ കഴിഞ്ഞ അധ്യാപക സംഘടനകളുടെ രംഗത്ത് മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടനാ വിഭാഗമായ KSU തലശ്ശേരി മേഖലയിൽ കണ്ണൂർ ജില്ലയിൽ ഈ KSU കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറെ ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയ പ്രഗത്ഭരിൽ ഒരാളായിരുന്നു ബ്രഹ്മ മാസ്റ്റർ. മുസ്ലിം ലീഗ് കോടിയേരി മേഖലാ പ്രസിഡന്റ് KK കുഞ്ഞിമൂസ അധ്യക്ഷനായി. ഖാലിദ് മാസ്റ്റർ P. അബ്ദുൾ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തലശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷാനിദ് മേക്കുന്ന് പ്രഭാഷണവും KPCC നിർവാഹക സമിതി അംഗം V. രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണവും നടത്തി. PB റഷീദ്, റഹീം, KP റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സിദ്ദിഖ് പാറാൽ സ്വാഗതവും റഫീഖ് കുനിയിൽ നന്ദിയും പറഞ്ഞു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന സെൻട്രൽ പൊയിലൂർ വേങ്ങത്തോട് റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ യോഗം ചേർന്നു. സെൻട്രൽ പൊയിലൂർ ഭാഷാഭൂഷണി LP സ്കൂളിലാണ് യോഗം നടന്നത്. യോഗത്തിന്റെ ഉദ്ഘാടനം തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കേൽ നിർവഹിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരു വികസനം വരുമ്പോഴും നമുക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാം. അതൊക്കെ സഹകരിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ സന്ദർഭം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ റോഡിന്റെ പണി എത്രയും പൂർത്തിയാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റോഡിന് വേണ്ടി ഒരുപാട് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മളെ ഭരണസമിതിയിൽ തന്നെ ഈ പ്രദേശത്തുള്ള എലിക്കുന്ന സൂപ്പിയാദിക്കടക്കം ഒരുപാട് പ്രാവശ്യം പഞ്ചായത്തിൽ വരികയും നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ പദ്ധതി ഉൾപ്പെടുത്തി 1,70,000 രൂപ പഞ്ചായത്ത് ഗവൺമെന്റ് ഏജൻസിക്ക് അടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ശ്രമഫലമായിട്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ നമുക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത്.
വാർഡംഗം VP സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലൻ കൊള്ളുമൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മയിൽ മാസ്റ്റർ, വാർഡംഗങ്ങളായ AP നാണു, VP മനോജ്, AK ഭാസ്കരൻ, സുധാ വാസു, KK ബിന്ദു എന്നിവർ സംസാരിച്ചു. AP വസന്ത സ്വാഗതവും KC അനിഷ നന്ദിയും പറഞ്ഞു. കൺവീനറായി VP സുരേന്ദ്രനെയും ചെയർമാനായി കൊള്ളുമൽ ബാലനെയും തെരഞ്ഞെടുത്തു. 17-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ തോടുകളും ശുചീകരിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ പിണറായി ഗ്രാമപഞ്ചായത്തിലെ വെണ്ടുട്ടായി പാറത്തോട് ശുചീകരിച്ചുകൊണ്ട് തുടക്കമായി. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3-ാം ഘട്ട ശുചീകരണ പ്രവൃത്തിക്ക് പിണറായിയിൽ തുടക്കമായി. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ തോടുകളും ശുചീകരിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന് പിണറായി പഞ്ചായത്തിലെ വെണ്ടുട്ടായി പുറത്തോട് ശുചീകരിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷന്റെ പിന്തുണയോടെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിന്റെ 3-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. നാട്ടിൻപുറങ്ങളിലെ തെളിനീരും ശുചിത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പിണറായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമം, ഗ്രാമീണ ജനങ്ങളുടെ നിഷ്കളങ്കത, ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സുഗന്ധവും, ഗ്രാമങ്ങൾ നന്മകളെ സമൃദ്ധമെന്ന് കവികൾ പാടി നിങ്ങൾ ഓർമ്മയ്ക്കും എല്ലാം കൂടി ചേർന്ന ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും വേറെ തന്നെയാണ്. നഗരത്തിലാകുമ്പോൾ അതിൻ്റെ കൃത്രിമത്വം, ഭാവുകത്വം, സാങ്കേതിക സാമ്പത്തിക സമ്മർദ്ദം ഇതൊക്കെയാണ്. ഇവിടെ ഇത്ര അമ്മമാരും സഹോദരിമാരും ഇത്രയെങ്കിലും ആളുകൾ വന്നത് ആ ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധിയുടെ ഭാഗമാണ്. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ C സഞ്ജില, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാർ അഹമ്മദ്, മുരിക്കോളി പവിത്രൻ, പിണറായി പഞ്ചായത്ത് അംഗങ്ങളായ ജയദേവൻ, ബിന്ദു, KV പവിത്രൻ, K പ്രദീപൻ, വെണ്ടുട്ടായി പൊതുജന വായനശാല സെക്രട്ടറി വിനോദൻ, ഹരിത കേരള മിഷൻ RP ലതാക്കാണി എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. തോടുകൾ ശുചീകരിക്കുന്നതിന് പുറമെ താൽക്കാലിക തടയണകൾ നിർമ്മിക്കലും ക്യാമ്പയിന്റെ ഭാഗമായി നടത്തും. തോടുകളിലേക്ക് മലിനജലം ഒഴുക്കുന്നത് തടയാനുള്ള ബോധവൽക്കരണ പരിപാടിക്കും ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ ഭാഗമായി തുടക്കം കുറിച്ചു. പിണറായി പഞ്ചായത്തിലെ വെണ്ടുട്ടായി പാറത്തോട് തോടിന്റെ 3200 മീറ്റർ ദൂരത്തിലാണ് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ശുചീകരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലാകെ 1347 കിലോമീറ്റർ തോടാണ് ശുചീകരിക്കുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പുറമെ ഗ്രന്ഥശാലകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയെന്ന് ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ ഒട്ടുമുക്കാലും തോടുകളിലെ വെള്ളം പൂർണ്ണമായും BOD വളരെ മോശമായ ബാക്ടീരിയ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. തോടുകളിലെ വെള്ളം ശുചീകരണം എടുത്ത് പരിശോധിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ മോശമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ്. ഈ കാര്യം നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തോടുകൾ മലിനമായി തീരുന്നതോടുകൂടി നമ്മുടെ മറ്റ് കുളങ്ങളും കിണറുകളെല്ലാം ഇതേ അവസ്ഥയിലേക്ക് മാറുകയും കുടിക്കാനുള്ള വെള്ളം പോലും ലഭ്യമല്ലാത്ത അവസ്ഥയാവുകയും ചെയ്തു എന്നത് ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ ബോധവൽക്കരണ പ്രവർത്തനവും അതോടൊപ്പം ശുചീകരണ പ്രവർത്തനവും രണ്ടും ഒന്നിച്ചുകൂടി നടത്തണം എന്നാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ പിണറായി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ആരംഭിക്കുന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ 8 RPF ഉദ്യോഗസ്ഥരും ഒരു പോർട്ടറും ഉൾപ്പെടെ 9 പേരെ ആദരിച്ചു. തലശ്ശേരി വികസന വേദിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഹാളിലാണ് ആദരം ഒരുക്കിയത്. സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. അവിടെ ചില തീർപ്പൊക്കെ വരും. കാരണം എന്താ, അവിടെ ഈ സ്ക്രാപ്പിന്റെ അവിടെ എതിർപ്പിന്റെ മുന്നിലൊന്നും ഇനി മുട്ടുമടക്കിയാൽ ഈ നാടുണ്ടാവില്ല. എതിർക്കുന്നവർ എതിർപ്പൊക്കെ അന്നേരം അവിടെ നിങ്ങൾ നിലപാട് ചോദിക്കുന്ന പ്രശ്നം. ഒരു എതിർപ്പ് വന്നപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിന്നത്. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിനകത്ത് പ്രഭാത സവാരിക്ക് വേണ്ടി ഒരു ചെറിയ ഓഫീസ് ക്ലബ് ഉണ്ടാക്കി പണം സ്വീകരിക്കാൻ തീരുമാനിച്ചു, ഒരു ഫീസ് ഇടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ കൂടിയത്. ഇനിയും നടക്കുന്ന ഓരോ വികസനത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ നിലപാട് എന്ത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടെയാണ് ഞാൻ. മുനിസിപ്പൽ സ്റ്റേഡിയം തലശ്ശേരി മൈസൂറിൽ വേണം, ചിത്രദുർഗിൽ വേണം, തലശ്ശേരി എയർപോർട്ട് റോഡ് വീതി കൂട്ടണം. അപ്പൊ ഇത് നിങ്ങൾ കാണേണ്ടത് അത്ര എളുപ്പമല്ല ഓരോ കാര്യങ്ങളും. അവിടെയാണ് നിങ്ങൾ
ഞങ്ങളെപ്പോലുള്ള നിങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളെപ്പോലെ പ്രതികളുടെ കൂടെ പോയി. വ്യത്യസ്ത സംഭവങ്ങളിൽ യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്തിയവർക്ക് സ്പീക്കർ ഉപഹാരങ്ങൾ നൽകി. തീർച്ചയായും അദ്ദേഹം ഇവിടെ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497 360 333. വാർത്തകൾ തുടരുന്നു.
മാമൻ വാസു KV ദാമോദരൻ ദിനാചരണത്തിന്റെ ഭാഗമായി ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അഖില കേരള ചിത്രരചനാ മത്സരങ്ങൾ സംഘാടനം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. KC കുട്ടി സ്മാരക സ്വർണ്ണ മെഡലിനും VA മുകുന്ദൻ സ്മാരക ട്രോഫികൾക്കും വേണ്ടിയുള്ള മത്സരങ്ങളാണ് നടന്നത്. ബഡ്സ് സ്കൂൾ, അംഗൻവാടി, പ്രൈമറി, LP വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. ഹൻസ ഫാത്തിമ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള സ്വർണ്ണ മെഡലിന് അർഹയായി. പ്രത്യേക ജൂറി പരാമർശത്തിന്റെ ഭാഗമായി കേശ് അവാർഡിന് P നിഷാലും അർഹനായി. അമർ, സനോജ് സത്യൻ, അർജുൻ എന്നിവർ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. പ്രീ പ്രൈമറി ഇനത്തിൽ ചിന്മയ് ദിനൂപ്, വൈദേഹി ബിനീഷ്, സായ് കിരൺ, പാർത്ഥിവ് പ്രേംനാഥ് എന്നിവരും, അംഗൻവാടി വിഭാഗത്തിൽ അനോഹ അനൂജ്, S മിഴി, രക്ഷ സുനോജ് എന്നിവരും, LP വിഭാഗത്തിൽ വേദതീർത്ത് ബിനീഷ്, ഇഷാന S പാൽ, സാൻവിയ സുനിൽ എന്നിവരും, UP വിഭാഗത്തിൽ ഗായത്രി H ബിനോയ്, ആരാധ്യ പ്രദീപ്, ഋതുവേദ്, ഹൈസ്കൂൾ വിഭാഗത്തിൽ P വിഷാൻ, ഭാഗ്യശ്രീ രാജേഷ്, ആശാലക്ഷ്മി, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹൻസ ഫാത്തിമ, K ഷർമി, പാർവതി A എന്നിവരും വിജയികളായി. ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയും പ്രശസ്ത ചിത്രകാരനുമായ പൊന്നം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TTK ശശി അധ്യക്ഷനായി. രാജേന്ദ്രൻ ചൊക്ലി, ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. CC നിശാനന്ദൻ മാസ്റ്റർ സ്വാഗതവും സുനിൽ ബാൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടത്തിയതായി CPIM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, സംഘാടകരായ സുനിൽ ബാൽ മാസ്റ്റർ, രാജേന്ദ്രൻ ചൊക്ലി, T ജയേഷ് എന്നിവർ പറഞ്ഞു. ദിനാചരണ പരിപാടി വലിയ നിലയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ചൊക്ലി മേഖലയിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് ഈ ദിനാചരണ പരിപാടിയുടെ ജനപങ്കാളിത്തത്തിന് അടിസ്ഥാനപരമായി സഖാവ് KV ദാമോദരൻ, അതേപോലെ സഖാവ് മാമൻ വാസുവിൻ്റെ ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു അഖില കേരള ചിത്രരചനാ മത്സരം രാമവിലാസം ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നഴ്സറി, അംഗൻവാടി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലം വരെയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന LP, പിന്നെ അതേപോലെ തന്നെ അംഗൻവാടി, നഴ്സറി തലങ്ങളിലെ മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും, അതോടൊപ്പം തന്നെ ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥിക്ക് KV കുട്ടി സ്മാരക സ്വർണ്ണ മെഡലുമാണ് സംഘാടകർ ആസൂത്രണം ചെയ്തത്. ഇന്ന് നടന്ന ചിത്രകലാ മത്സരം നമുക്ക് 200ഓളം കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വരച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും നന്നായി വരച്ചതായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും നമ്മുടെ സംഘടന സമിതിക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക മാനസിക മേഖലകളിലെ മാതൃകാ പ്രവർത്തനത്തിനുള്ള ഭാരത് സേവക് സമാജിന്റെ ദേശീയ അവാർഡ് നേടിയ AV രത്നകുമാർ മാസ്റ്ററെ മടത്തുംഭാഗം ഗ്രാൻഡ്മ തിയേറ്റർ കുടുംബം ആദരിച്ചു. മടത്തുംഭാഗം ഗ്രാൻഡ്മ തിയേറ്റർ കോമ്പൗണ്ടിലാണ് ചടങ്ങ് നടന്നത്. ഗ്രാൻഡ്മ കുടുംബം സംഘടിപ്പിച്ച സ്നേഹാദര ചടങ്ങിൽ മയ്യഴിയുടെ കഥാകാരനും പ്രശസ്ത നോവലിസ്റ്റുമായ M മുകുന്ദൻ മുഖ്യാതിഥിയായി. എല്ലാവരും വിദ്യാഭ്യാസമുണ്ട്. ബസ് ഓടിക്കുന്ന കണ്ടക്ടർ പോലും പലപ്പോഴും, അല്ല ബസ് ഓടിക്കുന്ന ഡ്രൈവർ പോലും പലപ്പോഴും ഗ്രാജുവേറ്റ് ആയിരിക്കും, അതിന് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം. ഇങ്ങനെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും നമ്മളുടെ റോഡുകൾ ശരിക്കിട്ടല്ലോ എന്താണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? രക്തം കൊടുക്കുകയാണ്. ഓരോ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് നമുക്കത് അത് നിർത്താൻ സാധിക്കാത്തതാണ്. നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നത് അത് ഈ ബസ്സുകാരുടെ ഒരു സംഗീതകലയിൽ മികച്ച സേവനത്തിനുള്ള BSS അവാർഡ് നേടിയ ഗ്രാൻഡ്മ കുടുംബാംഗം കൃഷ്ണകുമാറിനെയും സംസ്ഥാന കളരിപ്പയറ്റ് മത്സരത്തിൽ ചൂരൽവടിപ്പയറ്റിൽ സ്വർണ്ണ മെഡലും ചെറുവടിപ്പയറ്റിൽ വെള്ളി മെഡലും നേടിയ സഫ്ദർ, CVN കളരിഗുരുക്കൾ പുരുഷു, ചെറുവടിപ്പയറ്റിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഷിജിൽ എന്നിവരെയും ആദരിച്ചു.
പ്രശസ്ത പത്രപ്രവർത്തകൻ EM അഷ്റഫ്, കഥ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച M മുകുന്ദന്റെ സാഹിത്യ ദൃശ്യാവിഷ്കാരമായ ബോൺഡോർ മയ്യഴി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സ്നേഹാദരവ് ചടങ്ങിൽ നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനായി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB ശ്രീഷ, PR വസന്തൻ മാസ്റ്റർ, KD മഞ്ജുഷ, MK അശോകൻ, M ബാലൻ, സുശീൽ ചന്ദ്രോത്ത്, പവിത്രൻ മൊഗേരി, പ്രേമൻ പൊന്നം, VK കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, AV രാജൻ മാസ്റ്റർ, P പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത സന്ധ്യയും അരങ്ങേറി. മാമൻ വാസു KV ദാമോദരൻ ദിനാചരണത്തിന്റെ ഭാഗമായി ചൊക്ലിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ബിനീഷ് കോടിയേരി ഉദ്ഘാടനം നിർവഹിച്ചു. ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ബിനീഷ് കോടിയേരി ഉദ്ഘാടനം ചെയ്തു. ഈ കൂട്ടായ്മയെ തകർക്കുവാനുമാണ് എപ്പോഴും ഫാസിസം ശ്രമിച്ചിട്ടുള്ളത്. ഫാസിസം എപ്പോഴും വിജയിക്കുന്നത് ഫാസിസത്തിന്റെ ശക്തി കൊണ്ടല്ല, നമ്മൾ നിശബ്ദരായി പോകുന്നതുകൊണ്ടാണ്. ഫാസിസത്തിനെ എപ്പോഴും നേരിടേണ്ടത് നമ്മൾ ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഗ്രാംഷി പറഞ്ഞിട്ടുണ്ട്. ഗ്രാംഷി പറഞ്ഞൊരു വാക്ക് എപ്പോഴും നാം ഓർമ്മിക്കേണ്ടതും അതാണ്. ഫാസിസത്തിന്റെ ശക്തി, ഫാസിസം നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതല്ല, നാം നിശബ്ദരാകുന്നു എന്നതാണ് ഫാസിസം ശക്തിപ്പെടുന്നത്. നമ്മൾ നിശബ്ദരാവാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? നാം നിശബ്ദരാവാതിരിക്കണമെങ്കിൽ നാം കൂടുതൽ കൂട്ടായ്മകളിലേക്ക് ചേർന്നു. നാം കൂടുതൽ N അനൂപ് അധ്യക്ഷനായി. VJ രാകേഷ്, ജയൻ, നവാസ് പരത്തിൻ്റെവട, നിസാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കളിക്കാരുമായി പരിചയപ്പെട്ടു. നവാസ്, VK രാകേഷ്, CK സജിത്ത്, ജയൻ തുടങ്ങിയവർ ഇവിടെ ബിനീഷ് കോടിയേരി അനുഗമിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും ഈ ഗ്രൗണ്ടിൽ നടക്കും. അതിന് തുടക്കം കുറിക്കുകയാണ്. ഉദ്ഘാടന മത്സരം DJ മുക്കിൽ പിടിയും. നാദാപുരം ജാമിയ അൽഫുർഖാൻ സ്ഥാപനങ്ങളുടെ 17ാം വാർഷികവും അൽഫുർഖാൻ അറബിക് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന സമ്മേളനവും ഡിസംബർ 14-15 തീയതികളിൽ നടക്കും. നാദാപുരം കക്കംവെള്ളിയിലുള്ള അൽഫുർഖാൻ അറബിക് കോളേജ് ക്യാമ്പസിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാമിയ അൽഫുർഖാൻ നാദാപുരം കേരള മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ കഴിഞ്ഞ 17 വർഷമായി നാദാപുരത്ത് നടന്നു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. 2007 നാദാപുരത്ത് സ്ഥാപിതമായ നെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പബ്ലിക് സ്കൂൾ, അത് പിന്നീട് സെലഫി പബ്ലിക് സ്കൂളാകുകയും അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം അൽഫുർഖാൻ അറബിക് കോളേജ് നാദാപുരം ടൗണിൽ വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു. 2011 ഈ ക്യാമ്പസിലേക്ക് സെലഫി പബ്ലിക് സ്കൂളും അൽഫുർഖാൻ അറബിക് കോളേജും മാറുന്നു. ഏകദേശം വിശാലമായ 1.5 ഏക്കറോളം ഉള്ള സ്ഥലത്ത് സെലഫി പബ്ലിക് സ്കൂള്, അൽഫുർഖാൻ അറബിക് കോളേജ്, അൽഫുർഖാൻ ഹിഫ്ദ് കോളേജ്, അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ, ഇത്രയും സ്ഥാപനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ സ്ഥാപനങ്ങളുടെ 17ാം വാർഷികം കഴിഞ്ഞ വർഷങ്ങളിൽ അൽഫുർഖാൻ അറബിക് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന സമ്മേളനവുമാണ് ഈ മാസം 14-15 തീയതികളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. 14 വൈകിട്ട് 4:15 അറബ് ലീഗ് അംബാസിഡർ മാസിൻ അൽ മസൂദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ET മുഹമ്മദ് ബഷീർ MB, ഷാഫി പറമ്പിൽ MB, KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ, KP കുഞ്ഞമ്മദ് കുട്ടി MLA തുടങ്ങി മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള പാനൽ ഡിസ്കഷൻ, വനിതാ സമ്മേളനം, കുടുംബസംഗമം, സർഗസംഗമം തുടങ്ങിയ വിവിധ പരിപാടികളും ബിരുദദാന സമ്മേളനവുമായി സംഘടിപ്പിക്കുന്നുണ്ട്. മുൻ വഖഫ് ബോർഡ് അംഗം ഷമീമ ഇസ്ലാഹിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ,
ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ, ഫൈസൽ എലൈറ്റിൽ, ഹനീഫ് കായക്കുടി തുടങ്ങിയ പ്രമുഖർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യും. EK വിജയൻ MLA, അൻസാർ നന്മണ്ട തുടങ്ങിയവർ സംസാരിക്കും. സമ്മേളനത്തിൽ മോങ്ങം അബ്ദുൽ സലാം പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജാമിയ അൽ ഫുർഖാൻ പ്രസിഡന്റ് CK പോക്കർ, ജനറൽ സെക്രട്ടറി വടക്കൽ മുഹമ്മദ്, സ്വാഗത സംഘം ചെയർമാൻ ജമാൽ മൂസ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നെല്ലുളതിൽ അബ്ദുള്ള, VP യാസർ ഷെരീഫ് അസാരി വാവൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. KV ദാമോദരൻ മാമൻ വാസു ദിനാചരണങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല വനിതാ പുരുഷ കമ്പവലി മത്സരം സമാപിച്ചു. 20-ൽ പരം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പോരാളി കൂട്ടങ്ങൾ പ്രിയപ്പെട്ട കാണികളുടെ കൈയെഴുത്താളത്തിനൊത്ത് മന്ദം മന്ദം ലോകത്തിൽ ഒരേ ഒരു മലയ്ക്ക് നടന്നു കയറും. 20-ൽ പരം ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. മിസ്റ്റർ ഇന്ത്യ ഷിനു ചൊവ്വ മുഖ്യാതിഥിയായി. സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ കളിക്കാരുമായി പരിചയപ്പെട്ടു. ഞങ്ങളുടെ വിശിഷ്ടാതിഥികളും പാർട്ടി നേതാക്കന്മാരും സ്പോർട്സ് ക്ലബ്ബ് അവളവില സ്പോൺസർ ചെയ്തിട്ടുള്ള ടൗൺ ടീം കൂത്തുപറമ്പ് PT, അഴീക്കോടൻ വെണ്ടുട്ടായി PT, P. ഹരീന്ദ്രൻ, K. കുഞ്ഞബ്ദുള്ള, അനിൽകുമാർ, MTK ബാബു, VK ഖാലിദ്, KP വിജയൻ, KP ദയാനന്ദൻ, A. രാഘവൻ, K. നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. സ്പോർട്സ് ക്ലബ്ബ് വിയലകണ്ടി അവളവില സ്പോൺസർ ചെയ്തിട്ടുള്ള ടീം തലശ്ശേരി കൊളശ്ശേരി കാവുംഭാഗം രമാദേവി ഭക്തസംഘം 61-ാം വാർഷികം ആഘോഷിച്ചു. ഇടത്തട്ട ദുർഗഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ഇടത്തട്ട ഉണ്ണികൃഷ്ണൻ വിശ്വപ്രേമ പതാക ഉയർത്തി. തലശ്ശേരി രമാദേവി മന്ദിരം പ്രസിഡന്റ് ഹരീന്ദ്രൻ മാസ്റ്റർ ചരണമന്ത്രത്തെപ്പറ്റി പ്രഭാഷണം നടത്തി. അനുസരിച്ചാണ് കാവുംഭാഗത്ത് ശ്രീ രമാംബിക ഭക്തസംഘം ഉയർന്നു വന്നിരിക്കുന്നത്. കേവലം മനുഷ്യ സങ്കല്പമല്ല, ദേവിയുടെ സങ്കല്പം മാത്രമേ സത്യമാവുകയുള്ളൂ. അത് കാലക്രമേണയാണ് വിരിഞ്ഞു വരിക. ഒരു റോസാപ്പൂ വിടരുന്നത് പോലെ തലമുറകളായി അത് വർദ്ധിച്ചു വരും. കിരൺ ഭാസ്കരൻ അധ്യക്ഷനായി. രവീന്ദ്രൻ മാസ്റ്റർ, ശ്രീഹരി, മായ ഗോപിനാഥ്, റാംമോഹൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് കൃഷ്ണഭട്ടിന്റെ നേതൃത്വത്തിൽ സത്യനാരായണ പൂജയും നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ധർമ്മടം യൂണിറ്റ് വിമുക്ത ഭട ഭവന്റെ പുതിയ കെട്ടിടത്തിന്റെ 2ാം വാർഷികവും യൂണിറ്റ് 35-ാം വാർഷികവും സംഘടിപ്പിച്ചു. ധർമ്മടം ബ്രണ്ണൻ കോളേജ് ശതോത്തര ജൂബിലി ഹാളിലാണ് പരിപാടി നടന്നത്. ലഫ്റ്റനന്റ് കേണൽ MK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. എവിടെയൊക്കെ നമ്മൾ സർവീസ് ചെയ്തു, മഴക്കാലങ്ങളിലും ഫ്ലഡിലും ഐസിന്റെ മുകളിലും എന്തുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാകും. ഓരോരാൾക്കും പല പല എക്സ്പീരിയൻസ് ആണ് ഈ സർവീസ് ചെയ്താൽ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ അറിയാൻ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്, ഞാൻ കമ്മീഷനായ സമയത്ത് മെസ്സേജ് നേരിട്ടപ്പോൾ ആളുകൾ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആസാമിൽ ഫ്ലഡ്. T. പ്രകാശ് അധ്യക്ഷനായി. KSESL ജില്ലാ പ്രസിഡന്റ് M. വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്രക്സ പ്രസിഡന്റ് കേണൽ BK നായർ, KS ജയപ്രകാശ്, KT രമിത, സുരേഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തി. മറ്റ് യൂണിറ്റിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പങ്കെടുത്തു. കൊളവല്ലൂർ ഹൈസ്കൂൾ 1980 SSLC ബാച്ച് കൂട്ടായ്മയുടെ സുവനീർ പ്രകാശനവും സഹപാഠി വത്സരാജ് കടവത്തൂരിന്റെ കവിതാ സമാഹാരത്തിന്റെ കവർ പേജ് പ്രകാശനവും നടന്നു. പാനൂർ UP സ്കൂളിലാണ് പരിപാടി നടന്നത്.
നാടക, സീരിയൽ, സിനിമാ രംഗത്ത് പ്രശസ്തനായ രാജേന്ദ്രൻ തായാട്ട് സുവനീർ പ്രകാശനവും കവിതാ സമാഹാരത്തിന്റെ കവർ പേജ് പ്രകാശനവും നിർവഹിച്ചു. അത് നമ്മുടെ ബാല്യകാലത്ത് നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ എവിടെയോ നമ്മുടെ ഓർമ്മകളുടെ കൊമ്പുകളിൽ ചിപ്പിയിൽ നമ്മൾ സൂക്ഷിച്ച ഒരുപാട് ഓർമ്മകളുണ്ട് നമുക്ക്. ആ ഓർമ്മകളെ നമ്മൾ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാതെ കിട്ടുകയില്ല. എല്ലുകൂടി ഉണ്ടാവാം. ഒരു ബെഞ്ചിലിരുന്ന എനിക്ക് ഓർമ്മയുടെ ഞാനൊക്കെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 1ാം സ്ഥാനത്തിന് വേണ്ടി തല്ലുകൂടിയിട്ടുണ്ട്. അന്ന് ഒരുപാട് അടികിട്ടിട്ടുണ്ട് ടീച്ചറുടെ. ആ ഓർമ്മകളൊക്കെ നിങ്ങളിലും ഉണ്ടാവാം. കിട്ടുന്ന ഇടവേളകളിൽ ഓടിച്ചെന്ന് സ്കൂളിൻ്റെ പുറത്തുള്ള ഞങ്ങളൊക്കെ പാലൂർ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ മുമ്പിൽ അരിയാലുണ്ടായിരുന്നു. ഒരുപാട് അരിയാലുകൾ നിറഞ്ഞു വരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ ഓലിച്ചക്കെട്ട് എന്ന് പറയുന്ന ഒരു കെട്ടേട്ടനുണ്ടായിരുന്നു. ആ കെട്ടേട്ടൻ്റെ ഒരു ചെറിയൊരു പെട്ടി, മാന്ത്രിക പെട്ടിക്കുള്ളിൽ കടിച്ചാലും മുറിച്ചാലും മുറിയാത്ത മധുരം മാത്രം നുണഞ്ഞു വരുന്ന ഒരു ഓലിച്ചാന്നൊരു സാധനമുണ്ടായിരുന്നു. കോർഡിനേറ്റർ കമ്മിറ്റി ചെയർമാൻ ശശിധരൻ മുല്ലേരി അധ്യക്ഷനായി. സുരേഷ് കൃഷ്ണ, ഇസ്ഹാഖ്, വി കുഞ്ഞബ്ദുള്ള, പ്രതിഭ, വിനോദിനി, ടി രാജൻ, വിജയരാഘവൻ, NK അശോകൻ, വത്സരാജ് കടവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. സുകുമാരൻ കോച്ചേരി സ്വാഗതവും ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒരിടവേള കൂടി. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238.
ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകളിലേക്ക്. പാനൂർ ഗുരുസന്നിധി 43-ാം വാർഷിക ഉത്സവം കൊടിയിറങ്ങി. സമാപന സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഒരു ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ ഞാനതിന് വേണ്ട ആദ്യത്തെ ഗഡു എന്ന രൂപത്തിൽ 10 ലക്ഷം രൂപയുടെ ചെക്കുമായിട്ടാണ് അവിടെ പോയത്. സർക്കാരിന്റെ ചെക്ക് അവിടെ കൊടുത്തു. അത് ഒരു അപൂർവ സംഭവമായിട്ടാണ് അന്നത്തെ അധ്യക്ഷൻ സ്വാമിജി പറഞ്ഞത്. കാരണം പലപ്പോഴായിട്ട് പലരും ഇവിടെ വന്ന് പല കാര്യങ്ങളും ഓഫർ ചെയ്തു പോകും, പക്ഷേ ഇതുവരെ ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, എന്താണ് ഗുരുദേവന്റെ ആഗ്രഹങ്ങൾ അത് സാധിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഗുരുദേവൻ പറഞ്ഞ ഏറ്റവും മഹത്തായ ലോകപ്രശസ്ത വാക്യം, ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃക സ്ഥാനമാണ്. കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതുപോലെയാണോ നമ്മളുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. സോദരത്തേന മാത്രമല്ല, നമ്മൾ ഒന്നായിട്ട് നടക്കുന്നവരെ എങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. KT ശ്രീധരൻ അധ്യക്ഷനായി. വത്സൻ തില്ലങ്കേരി, ഹരിദാസ് മൊഗേരി, KK ധനഞ്ജയൻ എന്നിവർ പ്രഭാഷണം നടത്തി. സജീവ് ഒതയോത്ത്, K ഷംജിത്ത് എന്നിവർ സംസാരിച്ചു. രാവിലെ ശ്രീനാരായണ വിജ്ഞാന സദസ്സും സർവൈശ്വര്യ പൂജയും നടന്നു. ശിവഗിരി മഠം ശ്രീമദ് പ്രബോധന തീർത്ഥ മുഖ്യ കാർമ്മികത്വം നൽകി. കരിയാട് കിടഞ്ഞി യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. UKFC സൂപ്പർ ലീഗ് സീസൺ 1 മത്സരം UKFC ഗ്രൗണ്ടിലാണ് നടന്നത്. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ നിർവഹിച്ചു. ഇന്നത്തെ ഫസ്റ്റ് കളി കളിക്കുന്ന യുണൈറ്റഡ് ക്ലബ്ബും ബ്ലൂ റൈഡേഴ്സിനും ഇവിടെ കളിക്കളത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരെ വി നാസർ മാഷും ശ്രീജ MPയും പരിചയപ്പെടുകയാണ്. ഈ കളിയുടെ തുടക്കം പ്രിയപ്പെട്ട നമ്മുടെ ഗസ്റ്റായ മിഥുൻ സാറിന്റെ കിക്കോട് കൂടിയാണ് ഈ കളി ആരംഭിക്കുന്നത്. കളം ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു നയം. പാനൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ഒരു കളിക്കളം ഉണ്ടാകണമെന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നഗരസഭയുടെ ഭാഗത്തുനിന്നും നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നഗരസഭയിൽ ആദ്യമായി ഒരു വാർഡിൽ ഒരു കളിക്കളം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് വരികയും നാട് അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് ഒരു വാർഡിന് സമ്മാനിച്ചു കിട്ടിയിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും സ്പോർട്സിന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ്. കൗൺസിലർ ആവോലം ബഷീർ അധ്യക്ഷനായി. കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ വി മിഥുനുള്ള ഉപഹാരം സ്വാഗത സംഘം ചെയർമാൻ K അബൂബക്കർ സമ്മാനിച്ചു. അൻവർ കക്കാട്ട്, AP ശ്രീജ, നൌഷാദ് മാസ്റ്റർ, T ജലീൽ മാസ്റ്റർ, CK ബഷീർ എന്നിവർ സംസാരിച്ചു. T മഹറൂഫ് സ്വാഗതവും MM നിസാർ നന്ദിയും പറഞ്ഞു. യുണൈറ്റഡ് കിടഞ്ഞി, കിംജ അബുദാബി, ദുബായ് ഷാർജ തഖ്വ, കിസ്വ ഖത്തർ, ബുൾ റൈഡേഴ്സ്, FC ബസ് സ്റ്റോപ്പ് എന്നീ 6 ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ദുബായ് ഷാർജ തഖ്വ ടീം ജേതാക്കളായി. കളികൾ പൊട്ടിപ്പാറുകയാണ്. സിനാന് ഒപ്പിക്ക് പാസ് നൽകിയിരിക്കുന്നു. സിനാന്റെ കയ്യിലെടുക്കുമ്പോൾ അതിമനോഹരമായി ഗോളിക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു. ആ ബോൾ വളരെ മനോഹരമായി നദീറിന് ആ ബോൾ വീണ്ടും തിരിച്ച് നിസാമിലേക്ക്. ഓൾ കേരള സോമിൽ തൊഴിലാളി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പാനൂരിൽ നടന്നു. പാനൂർ വ്യാപാര ഭവൻ ഹാളിലാണ് പരിപാടി നടന്നത്. ഓൾ കേരള സോമിൽ തൊഴിലാളി അസോസിയേഷൻ ജില്ലാ സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കൂ.
അതുകൊണ്ട് ഇവിടെ എനിക്ക് നിവേദനം ലഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ആനുകൂല്യം, ഫെസ്റ്റിവൽ ലീവ്, കാഷ്വൽ ലീവ്, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ റിട്ടയർമെന്റ് തൊഴിലാളികൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം എന്ന് പറയുമ്പോൾ അത് പലതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല രീതിയിലാണ് നടത്തപ്പെടുന്നത്. ഏത് രീതിയിലായാലും ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് മുഴുവൻ ലഭിച്ചു. അപ്പോൾ അതിനുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റു നിർമ്മാണ മേഖലയിലും ഒക്കെ തന്നെ സോമിൽ എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനോജ് പിണറായി അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് അശോകൻ പാപ്പിനിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ജിനാസ് പൂവം, വിനോദൻ കൂത്തുപറമ്പ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി VMC മുസ്തഫ സ്വാഗതവും കണ്ണൂർ ജില്ലാ ട്രഷറർ രഘു നന്ദിയും പറഞ്ഞു. പൂക്കോം കണ്ണുംവെള്ളി കല്ലുള്ള പുനത്തിൽ എഗരത്ത് കണ്ടി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന മഹോത്സവം ഡിസംബർ 11, 12, 13 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മടപ്പുര ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂക്കോം കണ്ണംവള്ളിയിലെ കല്ലുള്ള പുനത്തിൽ എഗരത്ത് കണ്ടി ശ്രീമുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഡിസംബർ 11, 12, 13 തീയതികളിൽ നടക്കും. സാംസ്കാരിക സദസ്, വർണ്ണശബളമായ ഘോഷയാത്ര, തിരുവപ്പന, പള്ളിവേട്ട, താലപ്പൊലി, ചോറൂണും തുലാഭാരവും തുടങ്ങിയവ സംഘടിപ്പിച്ചതായി മടപ്പുര ഭാരവാഹികൾ അറിയിച്ചു. 11 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ സ്വാമി അമൃതകൃപാനന്ദപുരി പ്രഭാഷണം നടത്തും. സാംസ്കാരിക സദസ് ഉദ്ഘാടനവും തിരുമുറ്റ സമർപ്പണവും KP മോഹനൻ MLA നിർവഹിക്കും. തിരുവപ്പന മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മടപ്പുര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മടപ്പുര ഭാരവാഹികളായ VP പ്രേമകൃഷ്ണൻ മാസ്റ്റർ, A ബാലകൃഷ്ണൻ, EK സുഗതൻ, KP രാജീവൻ എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷി കുട്ടികളെ ചേർത്തുപിടിച്ച് വലിയപുരയിൽ ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രത്തിൽ ഒപ്പം എന്ന പേരിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ക്യാമ്പ് നടത്തിയത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരു ദിവസത്തെ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടാക്കിയ മുട്ടായി പീടിക കുട്ടികളെ കൊണ്ടുതന്നെ ഉദ്ഘാടനം ചെയ്യിച്ചു. കണ്ണൂരിന്റെ ഹെലൻ കില്ലർ എന്നറിയപ്പെടുന്ന കൃഷ്ണ പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അംഗം രജിത, തലശ്ശേരി നോർത്ത് BRC ട്രെയിനർ മിഥുൻ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. നാടൻപാട്ട് കലാകാരൻ കുട്ടാപ്പു കതിരൂർ, സ്വാദിഷ് നാദാപുരം, ഷൈജു കതിരൂർ, അനിൽ വടക്കുംപാട് എന്നിവർ നാടൻപാട്ട് അവതരിപ്പിച്ചു. കേശവൻ മാസ്റ്റർ ചടങ്ങിന് നന്ദി പറഞ്ഞു. തലശ്ശേരി ജില്ലാ കോടതിക്ക് മുൻവശത്തുള്ള പാർക്കിലെ മരത്തിൽ കയറിയ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. റെസ്ക്യൂവർ ബിജിലേഷ് കോടിയേരിയാണ് പാമ്പിനെ പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ വിട്ടത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് കണ്ണൂർ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകനും റെസ്ക്യൂവറും ആയ ബിജിലേഷ് കോടിയേരി പെരുമ്പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ വിട്ടു. ഫാബ്രിക്കോ ലൈവ് ഡ്രൈ ക്ലീൻ സ്റ്റുഡിയോ ചൊക്ലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂളിന് എതിർവശം ശക്തി കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. ഡ്രൈ ക്ലീനിംഗ് രംഗത്ത് പുത്തൻ സാങ്കേതിക സംവിധാനങ്ങളുമായാണ് ഫാബ്രിക്കോ ലൈവ് ഡ്രൈ ക്ലീൻ സ്റ്റുഡിയോ ചൊക്ലിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു.
രമേശ് പറമ്പത്ത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ അധ്യക്ഷയായി. വളരെ ചെറുപ്രായത്തിൽ ഞാൻ കാണുന്ന ഒരു മുഖമാണ് മോഹനാട്ടൻ. കുടിയേരി മേഖലയിൽ ഉയർന്നു വന്ന അപൂർവ ബിസിനസ്സുകാരിൽ ഒരാളാണ് മോഹനാട്ടൻ. മൈത്രി മോഹൻ എന്ന് നമ്മളൊക്കെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫർണിച്ചർ ബിസിനസ്സാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഷൺജി വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഫാബ്രിക്കോ എന്ന പേരിൽ വാഷിംഗ് ആൻഡ് ഡൈനിങ് വരുവാണ്. തിരക്കുകൾക്കിടയിൽ അഴിഞ്ഞു പോകുന്ന മനുഷ്യന് ഇത്തരം സംരംഭം ഗുണം ചെയ്യുന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. മോഹനാട്ടൻ്റെ മകൻ ഷംജി ആരംഭിച്ച ഫാബ്രിക്കോ നമുക്കെല്ലാം ഗുണകരമാകുന്ന ഒരു സംരംഭമാണ്, വ്യത്യസ്തമായൊരു സംരംഭമാണ്. കഠിനാധ്വാനത്തിൽ ഉയർന്നു വന്ന വ്യക്തിയാണ് മോഹനാട്ടൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഈ സംരംഭം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. തമ്മിൽ കണ്ടാൽ പോലും നമുക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടാത്ത ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം വസ്ത്രങ്ങൾ അലക്കാനും അതേപോലെ തന്നെ അത് ഇസ്തിരിട്ട് കൊണ്ടുവരുവാനും ഒക്കെ തന്നെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശങ്ങളിലേക്ക് ഈ വസ്ത്രങ്ങളിൽ നിന്ന് പോകുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾ കടന്നു വരാത്ത ഒരു മേഖലയാണ് ഈ അയണിങ്, അതേപോലെ തന്നെ ക്ലോത്ത് വാഷിംഗ്. നമ്മുടെ ഈ മേഖല വളരെയധികം തിരക്കുപിടിച്ച മേഖലയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മൈത്രി മോഹനാട്ടനും അവരുടെ പ്രിയപ്പെട്ട മകൻ ഈ തരത്തിലുള്ള ഒരു സ്ഥാപനം ഈ മേഖലയിൽ തുടങ്ങിയതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുവാനും പുതിയ സംരംഭങ്ങൾക്ക് പുതിയ മേഖല കണ്ടെത്തുവാനും സഹായകമാകും എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത്യാധുനിക മെഷീനുകളുടെ സഹായത്തോടെ ഡ്രൈ ക്ലീനിംഗ്, പ്രീമിയം ലോണ്ടറി, സ്റ്റീം അയണിംഗ് തുടങ്ങിയവയ്ക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കർട്ടൻ, കാർപ്പറ്റ്, ബാഗ്, ഷൂ തുടങ്ങിയവയും ഫാബ്രിക്കോയിൽ ക്ലീൻ ചെയ്ത് നൽകും. K. പുരുഷോത്തമൻ സ്വാഗതവും KK പ്രേമൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എന്നും ജനങ്ങൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി. തലശ്ശേരിയിൽ ഓട്ടോയിൽ കടത്തിയ 1.5 കിലോയിലധികം കഞ്ചാവുമായി ഓട്ടോ ഡ്രൈവർ പിടിയിൽ. മട്ടാമ്പുറം PK ഹൌസിൽ PK നൌഷാദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പിണറായി കനാൽക്കരയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കനാൽക്കര സ്വദേശി വിപിൻ രാജാണ് അറസ്റ്റിലായത്. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി MD രാമചന്ദ്രൻ വിടവാങ്ങി. നിരവധി പ്രമുഖർ അനുശോചിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.